പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണം മക്കൾ. അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സാന്ത്വനപ്പെടുത്തണം. പ്രത്യേകിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവർ കർത്താവെ, അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശോയെ. കർത്താവെ, ചിലരൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന രോഗികളെ കർത്താവെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അവരെ നീ കൈവിട്ട് കളയരുത്.
കർത്താവ് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഉറക്കം ഇല്ലാത്തവരുണ്ട്. കർത്താവ് ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരുക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജപ്തി നടപടികൾ, സാമ്പത്തിക ബാധ്യതകൾ കർത്താവേ ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവർ, പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ, പൈസ കൈ തികയാത്തവർ, പൂർണ്ണമായിട്ടും ഇല്ലാത്തവർ, അവരെയൊക്കെ നീ സന്ധിക്കണം. കൃപാസ്ഥാനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച 10,000 മക്കള് നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിൽ യോഗ്യതയായി കർത്താവെ, കൃപ കുറഞ്ഞിട്ടുള്ള മക്കള് ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും, ആരെങ്കിലും കർത്താവ് നീ എന്നെ അയക്കണമേ, ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ. ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ, പോക്കാരും കാണുന്നില്ലല്ലോ, ആരെങ്കിലും അയക്കണമേ കർത്താവേ, മാതാവേ, നിന്റെ ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് 12 മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കുഞ്ഞുങ്ങളെ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവ് അവസാനത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുമില്ല, എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടറുണ്ട്. ഈശോയെ, CA പരീക്ഷ പോലുള്ള പരീക്ഷകൾ 9ഉം 10ഉം ഒക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളിയില്ലാതിരിക്കുന്നവരുണ്ട്. അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട്, അവരുടെ കഴിവല്ല, ഉടമ്പടി പ്രവർത്തിക്കേണ്ട മനുഷ്യൻ്റെ കഴിവിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. ആ ഗ്രേസിൻ്റെ ശക്തി യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ്. കൃപയുണ്ടാവണമെങ്കിൽ അത് കർത്താവിൻ്റെ സൗജന്യ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ ശക്തിയാൽ നിൻ്റെ എല്ലാ അപാകതകളും, എല്ലാ പരിചയക്കുറവുകളും, എല്ലാ പരാധീനതകളും പോരായ്മകളും യേശുനാമത്തിൽ പരിഹരിക്കപ്പെടുകയും നീ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കുമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മേരി നീഡ്സ് നോ നറേറ്റീവ്സ്. ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു വലിയ ധ്യാനചിന്തയാണ്. മേരി നീഡ്സ് നോ നറേറ്റീവ്സ്. അതായത് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ കാലത്ത് മറ്റ് അപ്പോസ്തലന്മാർ മറ്റേ ശിഷ്യനും അകത്ത് കടന്ന് കണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട്. കണ്ട് വിശ്വസിച്ചു. അത് മറ്റേ ശിഷ്യൻ എന്ന് പറഞ്ഞ പത്രോസാണ്. കർത്താവിൻ്റെ ശവക്കല്ലറയിൽ ആദ്യം വന്നത് മേരി മാഗ്ഡലിനാണ്. അവൾ കണ്ട നെറേറ്റീവ് കല്ല് മാറ്റപ്പെട്ടിരിക്കുന്ന കണ്ടു. അപ്പോഴേ അവർ ഓടി, ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് വന്നു. അവരോടി. യോഹന്നാൻ പത്രോസിനേക്കാൾ വേഗം ഓടി. യോഹന്നാൻ കല്ലറയുടെ വാതിക്കൽ നിന്നും അകത്തേക്ക് നോക്കി കച്ച ചുട്ടു വെച്ചിരിക്കണ കണ്ടു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ കണ്ടത്. മറ്റേ ശിഷ്യനും പിന്നാലെ വന്ന പത്രോസും അകത്ത് പ്രവേശിച്ചു, കണ്ട് വിശ്വസിച്ചു. എന്തൊക്കെയാണ് കണ്ട് വിശ്വസിച്ചത്? കച്ച ശിരസ്, കർത്താവിൻ്റെ തലപ്പാവ് മൂലക്ക് ചുട്ടു വെച്ചിരിക്കണ കണ്ടു. കച്ചോടുകൂടി അല്ലാതെ തിരിക്കച്ച മാറിക്കിടക്കുന്നത് കണ്ടു. ഇങ്ങനെ എന്തെല്ലാം കാഴ്ചകളാണ് ഇവർ കാണുന്നത്. യോഹന്നാൻ 20:1 ഞങ്ങൾ ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം, മേരി മഗ്ദലിൻ,
ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിന്റെ അപ്പൊ ശവകുടീരം കാണിക്കാൻ തുടങ്ങി. ശവകുടീരത്തിന്റെ കല്ല് അതിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി 2 കാഴ്ചകളായി. ഒന്ന് ശവകുടീരത്തിലേക്ക് വന്നു, ഒന്നാമത്തെ കാഴ്ച കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നു, രണ്ടാമത്തെ കാഴ്ച ആയി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമിയോൻ പത്രോസിന്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യന്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോട് കൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ചോടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി. വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത്. മൂന്നാം കാഴ്ച. രണ്ടാം കാഴ്ച, ആദ്യ കാഴ്ച എന്തായിരുന്നു? കല്ലറ. രണ്ടാം കാഴ്ച എന്താണ്? കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നത്. മൂന്നാം കാഴ്ച എന്താണ്? കുടിനകത്തേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടത്? കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവന്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും. നാലാം കാഴ്ച, കച്ച അവിടെ കിടക്കുന്നതും. തലയിൽ കെട്ടിയിരുന്ന തൂവാല. അഞ്ചാം കാഴ്ച, തലയിൽ കെട്ടുന്ന തൂവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു. ഇവർക്കെല്ലാം കണ്ടാണ് വിശ്വസിക്കണം. 5 കാഴ്ചകളാണ് കാണുന്നത് ഇവര്. എന്തൊക്കെയാണ് കണ്ടത്? കല്ലറയുടെ കല്ല് മാറ്റിയത്, അകത്ത് കച്ച കിടക്കണത്, പിന്നാലെ വന്ന ശിഷ്യൻ അകത്ത് പ്രവേശിച്ച് കച്ച കിടക്കണത് കണ്ടു, കച്ച ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. അങ്ങനെ 5 കാഴ്ചകളുണ്ട്. അപ്പം കാഴ്ചകളും കാണലുകളുമായിട്ട് ആണ് ഈസ്റ്റർ നറേറ്റീവ്സ് പുരോഗമിക്കുന്നത്. അതിനുശേഷം പക്ഷേ ഈ 5 കാഴ്ചകൾ കഴിയുമ്പോഴാണ് മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു എന്ന് പറയും. അപ്പോഴ് ഇനി ഇതിൻ്റെ കൂടെയാണ് നമുക്ക് തോമാസ് ശ്ലീഹായോട് ഈശോ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപാട് വായിക്കേണ്ടത്. എന്താണ്? ഇതുപോലെ കണ്ട് വിശ്വസിക്കണതല്ല വിശ്വാസം. ഇതുപോലെ കണ്ട് വിശ്വസിക്കുന്നതല്ല വിശ്വാസം, കാണാതെ വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ഇപ്പം നമ്മുടെ കുറേ കാലത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ യാതൊരു അടയാളം കാണത്തില്ല, പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടത്തില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുക തന്നെയല്ല, ദൈവസാന്നിധ്യം അല്പം പോലും അനുഭവിക്കത്തില്ല. എങ്കിലും അപ്പോൾ അവശേഷിക്കുന്നതാണ് ശരിക്കും വിശ്വാസം എന്ന് പറയുന്നത്. ഒരു നറേറ്റീവ്സും ആവശ്യമില്ലാതെ, ഒരു വിഷൻ ആവശ്യമില്ലാതെ, കേവലം ദൈവസ്നേഹത്താൽ പ്രവർത്തന നിരതമായ ഒരു വിശ്വാസമുണ്ട്. ഗലാത്യർ 5:6. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. അപ്പോൾ ഒരു അടയാളവും ഇല്ല, അനുഭവമില്ല, അതിശയവുമില്ല, ഒന്നുമില്ല. പക്ഷെ ദൈവസ്നേഹമുള്ളവന് എന്താണ്? ആ സ്നേഹം തന്നെ വിശ്വാസത്തെ പ്രവർത്തന നിരതമാക്കിക്കൊള്ളും. ഇതാണ് മരിയൻ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതാണ് മേരി നീഡ്സ് നോ നറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഒരു പുസ്തകമുണ്ട്, എന്താ, നമുക്ക് അടയാളമില്ലാത്ത കാലം അമ്മയോടൊപ്പം. അത് അന്ന് എഴുതിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്. അമ്മ ഒരു അടയാളം, ഒരു മേരി നീഡ്സ് നോ നറേറ്റീവ്സ്. ഈ കർത്താവിൻ്റെ പീഡാനുഭവത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് മാഞ്ഞു പോകുന്ന മറിയം
പിന്നെ അമ്മയെ കാണുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അപ്പോസ്തലന്മാരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അത്രയുള്ള സമയത്ത് നറേറ്റീവ്സ് ഒന്നും ഇല്ലാതെ അമ്മ വിശ്വസിക്കുന്നു. മേരി മാഗ്ഡലിനേക്കുള്ള അപ്പോസ്തലന്മാർക്ക് മുകളിലാണ് അമ്മയുടെ വിശ്വാസം. ഇതാണ് യഥാർത്ഥ വിശ്വാസം. ഒരടയാളം കാണാത്ത കാലം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത കാലം, സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായി വിശ്വസിക്കാൻ നമ്മൾക്ക് കഴിയട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അതിസുന്ദരമായ ദിവസം അവിടുത്തെ വിശുദ്ധ മദ്ബഹായുടെ മുമ്പിൽ സുവിശേഷം കേൾക്കാൻ എത്തിച്ചേരുന്നത് ഒരു ദൈവവിളിയാണ്. നമ്മുടെ ഉടമ്പടി ധ്യാനത്തിന് 2 ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ലക്ഷ്യം നിങ്ങൾ പറയുന്നത് പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവാനുഗ്രഹം നേടുക, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളെ തന്നെ വചനം ശ്രവിച്ചു ഒരുക്കുക. അതിൻ്റെ ഒരു ലക്ഷ്യമാണ്. രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് കുറേ എൻജിനീയറിംഗ് ഉണ്ട്. അതായത് ദൈവവചനങ്ങൾ ദൈവം ഏത് കാലത്തും ഏത് സമയത്താണ് കൃപ അതിൻ്റെ 100% റിസൾട്ട് നമുക്ക് തരുന്നത്, അഥവാ കൃപ ആർജിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് നമ്മളെ ട്യൂൺ ചെയ്തെടുക്കേണ്ടത്, അതിൻ്റെ ഒരു എൻജിനീയറിംഗ് ഉണ്ട്. അത് ആ ജ്ഞാനസൂത്രങ്ങൾ ഒരു വ്യക്തിക്ക് പഠിച്ചാൽ റിലേഷൻ കുറച്ചുകൂടി ഈസിയാകും ദൈവവുമായിട്ടുള്ള. നമ്മുടെ മുമ്പിൽ എപ്പോഴും വന്നിട്ടുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപകളും എല്ലാം നമ്മളിലേക്ക് വരുന്നതിൻ്റെ പിന്നിൽ ഒറ്റ നോബാണ്. എന്താണ്? ദൈവത്തെ അറിയുക. അത് ഭയങ്കര സീരിയസ് ആയിട്ട് നിങ്ങളെടുക്കണം. ഈ നിത്യജീവൻ പോലും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ അറിയുന്നതിലൂടെയാണ്. ഡോർ ഓപ്പൺ ചെയ്യുന്നത് എല്ലാ നിത്യജീവൻ്റെ പോലും ഡോർ ഓപ്പൺ ചെയ്യുന്നതും അതെല്ലാം താക്കോലെന്ന് പറയുന്നത് ദൈവത്തെ അറിയുന്നതിലൂടെയാണ്. അപ്പോഴും അനുദിന ജീവിതത്തിലും അത് തന്നെയാണ് വിഷയം. അനുദിന ജീവിതത്തിൻ്റെയും തടസ്സങ്ങളെ മാറ്റുന്നതിനും അനുഗ്രഹം പ്രാപിക്കുന്നതിനുമുള്ള താക്കോല് ദൈവത്തെ അറിയുന്നതാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് അനില എന്നും പറഞ്ഞൊരു ഫിസിയോതെറാപ്പിസ്റ്റ് അവർ ഒരു സാക്ഷ്യം പറഞ്ഞില്ല, ഇന്നലെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് കൃപാസനത്തിൽ വന്നത്. ഞാൻ ഉടമ്പടിയൊന്നും എടുത്തില്ല. ഞാനൊരു സാധാരണ ധ്യാനകേന്ദ്രം ആണെന്ന് കരുതിയാണ് ഇവിടെ വന്നത്. ഈ പ്രഥമ നോഷൻ, ഫസ്റ്റ് നോഷൻ പലർക്കും അനിലയുടെ ഒരു നിലവാരമായിരിക്കും. ഒരു സാധാരണ ധ്യാനകേന്ദ്രമാണ്. പിന്നീട് കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴേക്ക് മനസ്സിലായി ഇതൊരു സാധാരണ ധ്യാനകേന്ദ്രമല്ല എന്ന്. അങ്ങനെ മനസ്സിലാകാൻ കാരണം ഇവർ ഉടമ്പടി എടുത്തിട്ട് വർക്കൗട്ട് ചെയ്തില്ല. അതാണ് പ്രശ്നം. കൃപാസനം ഒരു സാധാരണ ധ്യാനകേന്ദ്രം അല്ലെന്ന് അനില എങ്ങനെയാണ് മനസ്സിലായത്?
ഉടമ്പടി എടുത്തിട്ട് വർക്കൗട്ട് ചെയ്തില്ല. വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് ഇതുകൊണ്ട് എൻ്റെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യാഞ്ഞത്. അപ്പോൾ നമ്മുടെ പ്രഥമ ദൃഷ്ടിയ നമുക്ക് ക്യാഷ് ആൻഡ് കൈൻഡ്, ജോലി, വീട്, വിവാഹം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഉടമ്പടിയിൽ വെക്കണമെങ്കിലും ഇത് ആദ്യത്തെ ഫേസിൽ ചിലർക്ക് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ വർക്കൗട്ട് ചെയ്യാത്തത് കാരണം അവർ അത് തെറ്റായിട്ട് ഉടമ്പടി ചെയ്തത് കൊണ്ടോ ഉടമ്പടി ഉഴപ്പിയത് കൊണ്ടോ ചിലർക്ക് വർക്കൗട്ട് ചെയ്യത്തില്ല. ചിലർക്ക് ഉടമ്പടി വൃത്തിയും മേനയായിട്ട് ചെയ്താലും വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അതെന്ത് പരിപാടിയാണ് അങ്ങനെ പറയണത്? വൃത്തിയും മേനയായിട്ട് ഉടമ്പടി ചെയ്താൽ വർക്കൗട്ട് ചെയ്യുക. അതെ, നിങ്ങളെ കുറച്ചുകൂടി ഗുരുതരമായ ഉടമ്പടിയുടെ ഒത്തിരി ലെസൺസ് ഉണ്ട്. ആധ്യാത്മികതയിലും അങ്ങനെയാണ്. പ്രഥമ പാഠങ്ങളുണ്ട്. അത് വിശ്വാസത്തിൻ്റെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. ഹെബ്രായർ 6:1. ഹെബ്രായർ 6-ാം അധ്യായം, ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ഈ പ്രഥമ പാഠങ്ങൾ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നു, അതാണ് പ്രഥമ പാഠം. കൂടുതൽ കർത്താവ് ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളെ വിവേചിക്കുമ്പോൾ കൂടുതൽ പഠിക്കാൻ സാധ്യതയുള്ളവരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രഥമ പാഠം തരത്തില്ല. നീ വെയിറ്റ് ചെയ്യാൻ പറയും. അതാ വിഷയം. അല്ല, നിങ്ങളിപ്പോൾ ഒരു ഉടമ്പടി എടുത്ത് അത് അനുഗ്രഹം കിട്ടില്ലെങ്കിൽ 4 കാലം വീണ് ഓടുന്ന പാർട്ടിയാണെങ്കിൽ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് അവിടെ ഇടുകയേ ഉള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏതായാലും കഷ്ടപ്പെട്ട് ദൈവത്തെ അറിയാൻ വേണ്ടി ഒരു ജീവിതത്തിൻ്റെ കണ്ണീർ കാലത്ത് വന്നില്ലേ, നിനക്ക് മുമ്പോട്ട് പഠിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അത്യാവശ്യ അനുഗ്രഹങ്ങളെ കൊടുത്തിട്ട് ഇതാണ് നിൻ്റെ വഴി, ഇവിടം വരെയാണെന്ന് പറയും. പക്ഷേ നിനക്ക് പഠിക്കണമെന്ന് സാധ്യതയുള്ളത് ഉള്ളിൽ ദൈവസ്നേഹം ഉണ്ടാവും, പ്രത്യാശ ഉണ്ടാവും. വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം. അപ്പം അങ്ങനെയൊക്കെ ദൈവാത്മാവ് സാധ്യത പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കാലത്ത് അടയാളങ്ങൾ കുറയും. അപ്പോൾ എന്നിട്ട് ഈ അടയാളങ്ങൾ കുറയുമ്പോൾ ഇവർക്ക്, ഈ അടയാളം കുറയുന്നവർക്ക് 90% പേർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് അറിയാം ഇന്നല്ലെങ്കിൽ നാളെ സമയം ആകുമ്പോൾ ദൈവം തങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. കാര്യം ദൈവത്തിനുള്ള വിഷയം എന്ന് പറയുന്നത് എല്ലാം സാധ്യമാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്, പക്ഷേ എല്ലാം ഈസിയല്ല. അപ്പോൾ നിങ്ങളവർക്ക് ഇത് എന്നാ പരിപാടി അച്ഛൻ ഈ പറയണമെന്ന് ചോദിക്കും. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, അച്ഛനെ കേൾക്കണം. ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ എല്ലാം ലളിതമാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായ? അതായത് എല്ലാം സാധ്യമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഒരുമിച്ച് പാടാം. സന്തോഷത്തോടെ പാടുക, സ്നേഹത്തോടെ ആരാധിക്കാം. ധന്യമായ ഒരു പ്രഭാതത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ സ്വാഗതം. കൈയടിച്ചുകൊണ്ട് മത്തായി 19:26. മത്തായി 19:26. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പൊ ഈ ഒരു വാക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു നോട്ടാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അതിവിടെ മാത്രമല്ല, ലൂക്ക 1:37 പറയുന്നുണ്ട്, അല്ലേ? ലൂക്ക 1:37 ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1:37.
ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യം അല്ല. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം എന്നോട് സൂചന തന്നത് ദൈവത്തിന് എല്ലാം സാധ്യമാണ്. പക്ഷേ സാധ്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം ലളിതമല്ല, സിമ്പിളല്ല എന്ന്. അത് ഭയങ്കര സീരിയസ് ജ്ഞാനമാണത്. അതെന്താ കാര്യം ലളിതമല്ലെന്ന് പറയാൻ, സിമ്പിളല്ലെന്ന് പറയാൻ കാരണം, സിമ്പിൾ ആയിരുന്നെങ്കിൽ, എന്തുകൊണ്ടാണ് സിമ്പിൾ അല്ലാത്തതിൻ്റെ കാരണം വെച്ചാൽ ദൈവത്തിൻ്റെ നീതിബോധമാണ്. മനസ്സിലായില്ലേ? എല്ലാം ഇപ്പം നിങ്ങൾ പഠിച്ചില്ലെങ്കിലും മറ്റവൻ്റെ കോപ്പി അടിച്ചാൽ ജയിക്കുമെന്നുണ്ടെങ്കിൽ എന്ത് സിമ്പിളാണ്. കോപ്പി അടിച്ചാലേ അടുത്ത് നിൽക്കണവൻ്റെ പരീക്ഷയിൽ നിന്ന് കോപ്പി അടിച്ചാൽ ജയിക്കുമെങ്കിൽ എന്ത് സിമ്പിളാണ്. പഠനം അത്ര സിമ്പിളല്ല, പരീക്ഷ ജയിക്കണം അത്ര സിമ്പിളല്ല. കാര്യം എന്താണ്? പഠിച്ചിട്ട് തന്നെയാണ് ജയിക്കേണ്ടത്. അതൊരു നീതിയുണ്ട് എൻ്റെ അടുത്ത്. എല്ലാ കാര്യത്തിലും നീതിയുണ്ട്. ശരിക്കും ദൈവ പൈതലിന് നീതി പൈതലെന്നാണ് ബൈബിൾ വിളിക്കുന്നത്. നീതി പൈതൽ എപ്പോഴും ഓർത്തേക്കണം. ഈ കവനൻ്റും ഈ കവനൻ്റ് ആൻഡ് നീതി പൈതൽ ബന്ധമുള്ളതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ നീതി പൈതലെന്ന് ചിലപ്പോൾ കേട്ട് കാണത്തില്ലായിരിക്കും. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ജോസ്ന ആൻ്റണി എന്നും പറഞ്ഞൊരു മോൾ സാക്ഷ്യം പറഞ്ഞു. അവളാണ് ഈ നീതി പൈതൽ പറയണത് ആദ്യമായിട്ട്. ഇപ്പോഴത്തെ ആൾക്കാരുടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ പണ്ടത്തെ സാക്ഷ്യമൊന്നുമല്ല. ആൾക്കാരൊക്കെ ഈ കവനൻ്റെ തലക്കടിച്ചിട്ട് ദൈവവുമായിട്ട് ജീവിച്ചിട്ട് മാതാവിൻ്റെ അറ്റപ്പറ്റ ജ്ഞാനത്തിലേക്കാണ് ഈ ആൾക്കാർ പോണത്. നീതി പൈതൽ. ഇവൾക്കുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇവളെ നീതി പൈതലും ദൈവം വിളിക്കാൻ കാരണം, ഇവളെ ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. ഇവിടെ മെഡിക്കലിന് ഫിറ്റല്ല ആളെ. അതാണ് പ്രശ്നം. മെഡിക്കലിന് വെച്ച് കഴിഞ്ഞാൽ നട്ടലിനൊരു വളവുണ്ട്, എക്സ്റേയിലും ആ വളവുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേ ഇനി ഇവൾക്ക് കയറിപ്പോണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ മെഡിക്കൽ വരണം. ആ മെഡിക്കലിന് പോകാൻ നേരത്ത് ജോസ്ന ആൻ്റണി പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം, ഈ വേൾഡിലായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് നമ്മളെ തെറ്റിച്ചിട്ട് ആധ്യാത്മികത ആ ഒരു റേഞ്ചിലേക്ക് നമ്മളെ കൊണ്ടുവരും. അപ്പോൾ ജോസ്ന മെഡിക്കലിൽ നിൽക്കുകയാണ്. അവളുടെ ലൈഫ് ഒന്നെങ്കിൽ സ്ഥലം നോയാകാൻ പോവുകയും, ഒന്നെങ്കിൽ അവൾ രക്ഷപ്പെട്ട് കയറിപ്പോകും, അല്ലെങ്കിൽ ഇതിനാലെ അവളുടെ ജീവിതം ഒടുങ്ങും. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷനിൽ നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ ഇവൾ പറയുന്ന ഒരു ജ്ഞാനമുണ്ട്. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് തിരഞ്ഞെടുപ്പ് നിൽക്കുകയാണ്. ചിലപ്പോൾ ഞാൻ മെഡിക്കലിനെ തോക്കും, ഞാൻ ഔട്ടാകും. ചിലപ്പോൾ ഞാൻ മെഡിക്കലിനെ ജയിക്കും, ഞാൻ കയറിപ്പോകും. പക്ഷെ ഒരു കാര്യം നമ്മൾ തമ്മിലൊരു ധാരണ വേണം. ഞാൻ നേരത്തെ ഒപ്പിട്ട് തരികയും ഞാൻ തോറ്റാലും ജയിച്ചാലും നമ്മൾ തമ്മിലുള്ള റിലേഷൻ ഒരു കുഴപ്പമുണ്ടാകത്തില്ല. ഇതാണ് കവനൻ്റെ റിലേഷനിൽ കയറി പോണത്. അവരുടെ ദൈവമായിട്ടുള്ളൊരു ബന്ധത്തെ ഒരിക്കലും ഒരു മെറ്റീരിയൽ ബെനഫിറ്റ്സുമായിട്ട് ആണ് നമ്മൾ ഉടമ്പടിയുടെ ആദ്യ കാലങ്ങളിൽ അങ്ങനെയാണ് മനുഷ്യൻ നമുക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹത്തെ നമുക്ക് ലഭിക്കുന്ന ഫിസിക്കൽ ബെനഫിറ്റ്സുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യും. എന്നുവെച്ചാൽ ഭൗതികമായ ആനുകൂല്യങ്ങളുമായിട്ട് നമ്മൾ ദൈവത്തിനെ ലിങ്ക് ചെയ്യും. ഈ ലിങ്ക് ചെയ്യുന്ന തൊടൽ ഇവിടെ പൊട്ടിച്ച് കളയും. മെഡിക്കലിൽ നിൽക്കുകയാണ്. കർത്താവ്, എൻ്റെ ഒരു ബോഡി വളവുണ്ടെന്ന് എനിക്കറിയാം, ഐ നോ ഇറ്റ്. എൻ്റെ നട്ടലിന് വളവുണ്ടെന്ന് എനിക്കറിയാം, ആ മെഡിക്കലി പ്രൂവ് ചെയ്ത കാര്യമാണ്. എൻ്റെ എക്സ്റേ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് കയറിപ്പോയിരിക്കാൻ പറ്റത്തുമില്ല. പക്ഷെ ഞാൻ മെഡിക്കലിന് ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾ തമ്മിൽ നേരത്തെ ഒരു ധാരണ വേണം. എന്താണ്? ഞാൻ തോറ്റാലും നമ്മൾ തമ്മിലുള്ള റിലേഷന് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ലെന്ന്. അത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു നിലപാട് നേരത്തെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയും. കാര്യം ഇതിനെന്ന് വെച്ചാൽ ഒരു 10-75 മാർക്കുണ്ട് ഈ ഒറ്റ ഉത്തരത്തിന്. ഒറ്റ ഉത്തരത്തിന് 75 മാർക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ പറയുകയാണ്, നമ്മൾ ഈ വിഷയത്തിൽ ഞാൻ ജീവിതത്തിൽ തോറ്റാലും നമ്മൾ തമ്മിലുള്ള റിലേഷനെ ഇത് ബാധിക്കുന്നതല്ല. ആ റിലേഷൻ
റിലേഷൻ പോലെ തന്നെ മുന്നോട്ട് പോകും. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഉടമ്പടി കാലത്തിനുള്ളിൽ ഈശോയുമായിട്ട് പരിശുദ്ധ അമ്മ വഴി ഇവർ നല്ലൊരു റിലേഷനിൽ ചെന്നായിരുന്നു. എന്നിട്ട് ഇവർ എപ്പോഴും ഈശോയോട് പറഞ്ഞു, ഈശോ ഉടമ്പടി നിയോഗം നീ തന്നെയാണെന്ന് പറയും. അതാണ് വിഷയം. അങ്ങനെ ഒരു ദൈവാനുഭവത്തിലേക്ക് ഇവർ ചെന്നായിരുന്നു. എന്താ പറയും, ഈശോ ഉടമ്പടിയുടെ നിയോഗം, എൻ്റെ നിയോഗം നീ തന്നെയാണ്, ബാക്കിയെല്ലാം ഇഫക്ട്സ് ആണ് എൻ്റെ. ബാക്കിയുള്ള ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ബെനിഫിറ്റ്സ് എല്ലാം നീ തന്നാൽ ഞാൻ വാങ്ങിക്കും, ഐ ആം ഹാപ്പി. നീ തന്നില്ലെങ്കിൽ ഞാൻ ഹാപ്പി. കാര്യം എന്താണ്? എൻ്റെ നിയോഗം നീയാണെന്ന്. ദൈവസ്നേഹമാണ്. അത് പരിശുദ്ധാത്മ നിറയുമ്പോഴുണ്ടാകുന്ന ഒരു ജ്ഞാനമായിട്ട് വരണത്. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി അതുവേണ്ടി പ്രാർത്ഥിക്കാം. ആ ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തിനായി എൻ്റെ മക്കൾ ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ച് കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷയുടെ ശക്തിയാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഏറ്റവും വലിയ സ്വത്തായിട്ട് കാണുവാനും, അത് നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടു, അത് നേടിയിട്ടുണ്ടെങ്കിൽ എല്ലാം നേടിയ പോലുള്ള ആന്തരിക ജ്ഞാനത്താൽ അങ്ങനെ മക്കളെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കണ്ടേ. ഹല്ലേലൂയ. അസാധ്യമായിരിക്കുന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖായിരം. അസാധ്യമായിരിക്കുന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖായിരം. എന്നെ നടത്തുന്നു എന്നെ നടത്തുന്നു. സാധ്യതയെല്ലാം സാധ്യത യേശുവിൻ കൂടെയാണ്. സാധ്യതയെല്ലാം സാധ്യത യേശുവിൻ കൂടെയാണ്. അസാധ്യമായിരിക്കുന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖായിരം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവൾക്ക് കുവൈറ്റിലെ ബഹ്റൈൻ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവൾ പറയുന്നൊരു കാര്യം, എനിക്ക് ഈ മെഡിക്കൽ ഞാൻ തോക്കുകയാണെങ്കിൽ എനിക്കൊണ്ടാണ് ലാഭങ്ങളെക്കുറിച്ച് അവൾ ചിന്തിക്കണത്. സാധാരണ മെഡിക്കൽ തോറ്റുള്ള ആൾക്കാർ നഷ്ടങ്ങളെക്കുറിച്ചല്ലേ ചിന്തിക്കത്തുള്ളൂ. ഏജൻറ്റിന് കാശ് കൊടുത്തു പോയി, ഇനി അയാൾ അതും കൊണ്ട് മുങ്ങുക, ഇനി തിരിച്ച് കിട്ടുക, റീഫണ്ടബിൾ ആണാ, ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. ഇവർ ചിന്തിക്കണം അങ്ങനെയല്ല. ഇവർ പറയണത്, ഈശോ ഈ മെഡിക്കൽ തോറ്റാൽ എനിക്കൊരു ലാഭമുണ്ട്. എന്താ കാര്യം? എനിക്ക് നാട്ടിൽ നിന്ന് ഒരു കുർബാന കൂടുതൽ കൂടാവുന്ന, ഇതാണ് വിഷയം. കാര്യം ഇവർ പോണ രാജ്യത്ത് കുർബാനയില്ല. അപ്പം അവർ പറയണത്, ഞാൻ ഒരു ദിവസം കൂടുതലാണ് ഇവിടെ നിൽക്കണമെങ്കിൽ എനിക്കെന്താ നേട്ടം? എനിക്ക് ഒരു കുർബാന കൂടുതൽ കൂടാം. അപ്പം ഇവർ തമ്മിലുള്ളൊരു ബന്ധവും റിലേഷനും ഒക്കെ വേറെ ലെവലിലേക്ക് പോവുകയാണ്. ഇനി രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് സങ്കടം വരുമ്പോൾ ഇവളെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പുറയിൽ മാതാവിൻ്റെ ഈശോൻ്റെ രൂപത്തിൻ്റെ പറയുന്നിട്ട് ഇവർ സെൽഫി എടുക്കും. ഇങ്ങനെ അതാ വിഷയം. നമ്മൾ കൂട്ടുകാരുമായിട്ടല്ലേ സെൽഫി എടുക്കുന്നത്. അതായത് ദൈവസ്നേഹത്തിൻ്റെ വ്യത്യസ്തമായ ലെവലാണ് ഈ ലെവല്. അതായത് ആധുനിക കാലത്ത് മനുഷ്യൻ ആധുനികമായ സംവിധാനങ്ങളോട് ജീവിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് അവരുടെ ആ റിലേഷനെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്കിരിക്ക് സങ്കടം വിഷം വരുമ്പോൾ ഈ പണ്ടെടുത്ത സെൽഫി എടുത്ത് നോക്കും. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും നമ്മളിങ്ങനെ റിലേഷനിലാണെന്ന് മനസ്സിലാകും. അതാണ് വിഷയം. ദൈവമായിട്ട് റിലേഷനിലായാൽ മാത്രമേ വിശുദ്ധിയിൽ വളരാൻ പറ്റത്തുള്ളൂ. കാര്യം നമ്മൾ സ്നേഹിക്കുന്ന ആളുമായിട്ട്
ടേംസ് ആകാൻ എപ്പോഴും നമ്മൾ നോക്കത്തുള്ളൂ. ഇപ്പം ഈ വിശുദ്ധിയുടെ മാനദണ്ഡം എന്നുള്ള ദൈവസ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ. എപ്പോഴും നമ്മൾ ഓർത്തേക്കണം, ഒരു വ്യക്തിക്ക് വിശുദ്ധി ഉണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധിയെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. വിശുദ്ധിയെ ഫോക്കസ് ചെയ്താൽ നമ്മളുടെ കൂദാശകളും കാറ്റക്കിസും ഒക്കെ ചില സമയത്തെങ്കിലും ടെക്നിക്കലായിട്ട് വിശുദ്ധിയിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു സാങ്കേതിക ജ്ഞാനമാണെന്ന് തരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാങ്കേതിക ജ്ഞാനത്തേക്കാളുപരി ആത്മബന്ധത്തിൻ്റെ ഒരു സ്വകാര്യ സ്നേഹജ്ഞാനമുണ്ട്. അതെന്ന് പറയുന്നത് ഈ ദൈവസ്നേഹത്തിലൂടെയാണ് വിശുദ്ധി വർദ്ധിപ്പിക്കുന്നത്. അപ്പം നമ്മൾ വിശുദ്ധിയെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആരെയാണ്? കർത്താവിൻ്റെ ആത്മബന്ധമാണ് ഉണ്ടാക്കേണ്ടത്. ആത്മബന്ധം ഈശോയുമായിട്ട് ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് വിശുദ്ധി ഉണ്ടാകും. കാര്യം വിശുദ്ധി എന്ന് പറയണത്, ഹോളിനെസ് എന്നൊക്കെ പറയണത് ദൈവസ്നേഹത്തിൽ നിന്ന് സ്നേഹം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റായിട്ട് ഉൽപ്പന്നമായിട്ട് വരണതാണ് ഈ വിശുദ്ധി എന്ന് പറയണത്. അപ്പം ദൈവസ്നേഹമാണ് വിഷയം. അപ്പം ദൈവസ്നേഹത്തിനുള്ള ഗുണം, ദൈവസ്നേഹത്തിൻ്റെ കറക്റ്റ് അനുഭവത്തിലേക്ക് ഉടമ്പടിയുടെ ശരിക്കും പക്കാ നിയോഗം എന്ന് പറഞ്ഞത് ദൈവസ്നേഹമാകണം. ഇന്നല്ലെങ്കിൽ നാളെ ആകണം മക്കളെ. ചിലപ്പോൾ ആദ്യ കാലങ്ങളാകാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. കാര്യം നിങ്ങൾ ചൂടുവെള്ളത്തിൽ നിൽക്കുന്ന ആളാണ്. ചൂടുവെള്ളത്തിൽ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു വറുത്ത മണ്ണ് നിൽക്കുന്ന ആളാണ്. അവർ പ്രഥമമായിട്ട് എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്താണ്? ആ മണ്ണിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് എയ്ഡ് അല്ലേ? ചൂടുവെള്ളത്തിൽ നിൽക്കുകയാണെങ്കിൽ അവിടുന്ന് മാറുക എന്നുള്ളതാണ് ഫസ്റ്റ് എയ്ഡ്. അത് ഉടമ്പടി ഫസ്റ്റ് എയ്ഡ് നടക്കും. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി വരുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് ഒരു 10-60% ആൾക്കാർ. എന്നുവെച്ചാൽ ആ വസ്തു വിറ്റാൽ ഓക്കെയാണ്, തീർന്ന പരിപാടി. ഇപ്പം അനില അങ്ങനെയല്ല പറയണത്. അനില ഉടമ്പടി എടുത്തുമ്പോൾ ആദ്യം ഞാൻ 90 ദിവസത്തെ പരിപാടിയല്ലേ ഉള്ളൂ. 90 ദിവസം കഴിയുമ്പോൾ പിന്നെ ആ റിലേഷൻ എനിക്ക് പഴയതുപോലെ ആകാവില്ല എന്ന് വിചാരിക്കും. ഇത് അനില മാത്രമല്ല, എല്ലാവരുടെ മനസ്സിലും ഉള്ള ഒരു മനസ്സിരിപ്പാണ്. 90 ദിവസത്തെ പരിപാടിയിലേ ഉള്ളൂ, ജയിച്ചാലും തോറ്റാലും നമുക്ക് പുറത്തു വരാനില്ല എന്ന് പറ്റും. പക്ഷെ 90 ദിവസത്തെ പരിപാടി അല്ല ഇത്. സത്യസന്ധമായിട്ട് ദൈവത്തെയാണ് നീ അന്വേഷിക്കണമെങ്കിൽ ഇത് ലൈഫ് ലോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റാണ്. എന്താ കാര്യം? ഈ ദൈവസ്നേഹം എന്ന് പറഞ്ഞ് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പൗലോസ് ഈ ദൈവസ്നേഹം അനുഭവിച്ചിട്ട് പറഞ്ഞത്, ഈ ആപത്ത് വന്നാലും ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറയും, നഷ്ടം വന്നാലും ഐ ഡോണ്ട് മൈൻഡ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്താൻ കഴിയും? ആ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. 8:35 ശ്രുതികട. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 8:35. റോമ 8:35. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ ഓർക്കും ഇതെല്ലാമാണ് സാധാരണഗതിയിൽ ദൈവത്തെ മനുഷ്യനിൽ നിന്ന് വേർപെടുത്തുന്നത്. ദൈവത്തെ മനുഷ്യനിൽ നിന്ന് വേർപെടുത്തുന്നതും മനുഷ്യനെ നിരീശ്വരന്മാരാക്കണ സാധനമാണ് ഇതെല്ലാം. ഈ നിരീശ്വരവാദം വന്നതെങ്ങനെ ഇവിടെ? ഇതുപോലെയുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് ആൾക്കാർക്ക് ഉണ്ടാകുമ്പോഴാണ് ഇത് വരുന്നത്. എന്തൊക്കെയുണ്ട് ഈ നിരീശ്വരവാദമോ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസക്കുറവോ വിശ്വാസ അപാചയം വരണ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ, ഒന്ന് വായിച്ച്. ക്ലേശങ്ങൾ വരുമ്പോൾ വിശ്വാസം തന്നുപോകും ശരിക്കും. അപ്പം അത് അധർമ്മം വർദ്ധിക്കുമ്പോൾ, ക്ലേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും കൊണ്ടും ഉണ്ടാകല്ല, അധർമ്മം കൊണ്ടും ഉണ്ടാകാം. അധർമ്മം വർദ്ധിക്കുമ്പോൾ, ധർമ്മം വർദ്ധിക്കുമ്പോൾ ശ്രുതികട. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കുരിശോളം വലുതാകണേ നിന്റെ സ്നേഹത്തിൻ നിഴലാകണേ. എന്നെ കുരിശോളം വലുതാകണേ നിന്റെ സ്നേഹത്തിൻ നിഴലാകണേ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി.
എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ എറണാകുളം ജില്ലയിലെ പിറവത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 13/9/2024 ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ചും മരിയൻ ഉടമ്പടിയെക്കുറിച്ചും അറിയുന്നത് ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളവരായിരുന്നു. പക്ഷേ ഞാൻ ആ ടൈമിൽ കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ബിക്കോസ് എനിക്കൊരു ടെൻഷനായിരുന്നു, ഞാനൊരു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് വെറുതെ എടുത്ത് അതൊരു മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്കൊരു ഒരു പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഞാനൊരു നേഴ്സാണ്. ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഞാൻ മുംബൈയിലാണ് വർക്ക് ചെയ്തത്. അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നവരും ഉടമ്പടിയൊക്കെ എടുത്തിട്ടുള്ളവരായിരുന്നു. ഞാനവിടെ ഒരു 1.5 year വർക്ക് ചെയ്തത്. വർക്ക് ചെയ്ത ശേഷം അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഞാൻ OET പഠിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലോട്ടാണ് പോകുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ OET അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടമ്പടി എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അപ്പം നിനക്ക് അത് ക്ലിയർ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ OETക്ക് ജോയിൻ ചെയ്തത് എറണാകുളത്തായിരുന്നു. അവിടെ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമായിരുന്നു. അപ്പം അവിടെ എൻ്റെ കൂടെ പഠിക്കാനുണ്ടായിരുന്ന സ്റ്റുഡൻസും ഇതുപോലെ ഉടമ്പടി എടുത്തിട്ടുള്ളവരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു കുറച്ച് പേര് ഒന്നിച്ച് വന്ന് ഞാൻ 13-ാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ എടുത്തിട്ട് പോയിട്ടാണെന്നുണ്ടെങ്കിലും അത്ഭുതം എന്ന് പറയാം, ഞാൻ ഓരോ ദിവസം കഴിയും തോറും ഉടമ്പടി എങ്ങനെ കൂടുതൽ എന്നെക്കൊണ്ട് ബ്യൂട്ടിഫുൾ ആക്കാം, അങ്ങനെ ഞാൻ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. എന്നെക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ പത്രം കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ഫുഡ് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 3 month കോഴ്സായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ലാസ്റ്റ് മന്ത് നവംബറൊക്കെ ആയപ്പോഴത്തേക്കും ഏതിൽ ഡേറ്റാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനായി. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് എനിക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ഡേറ്റ് എനിക്ക് പറഞ്ഞു തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ മാതാവിനെ കാണുകയും മാതാവിനോട് ജസ്റ്റ് ഡിസംബർ എന്ന് മാത്രം ഒന്ന് പറയുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ രാവിലെ ജസ്റ്റ് ഗൂഗിളിൽ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി ഡിസംബറിൽ ഏതാണ് OETക്ക് ഡേറ്റ് ഉള്ളതെന്ന്. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ആകട്ടെ എനിക്ക് കിട്ടിയ ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബറിൽ ആകെ ഒരേ ഒരു ഡേറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇയർ എൻഡിങ്ങിലെ ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. അതെന്ന് പറയുന്നത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായ ഡിസംബർ 7-ാം തീയതി ആയിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കൺഫേം ആയി, ഓക്കെ ഇത് മാതാവ് എനിക്ക് വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്ത ഡേറ്റ് ഇത് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഞാനത് കൺഫേം ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ പോയി സെൻറ്ററും അതുപോലെ ഞാൻ ഡിസംബർ 7-ാം തീയതി എൻ്റെ OET എക്സാം ബുക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷേ ഞാനത് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അക്കാഡമിയിൽ നിന്ന് മാംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഡേറ്റ് ചൂസ് ചെയ്യണ്ട, അത് ക്യാൻസൽ ചെയ്യുക, ബിക്കോസ് അത് ഇയർ എൻഡിങ്ങിലെ ഡേറ്റ് ആയതുകൊണ്ട് അതിൽ വിന്നിങ് പെർസെൻറ്റേജ് കുറവായിരിക്കുമെന്ന് അവരൊന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന് തൊട്ട് മുന്നേ നവംബറിലൊരു ഡേറ്റ് ഉണ്ടായിരുന്നു, അതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി പാസ് പെർസെൻറ്റേജ് കൂടുതലായിരിക്കുമെന്ന് അവർ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു കോൺഫിഡൻസ് ഡിസംബർ 7-ാം തീയതി മാതാവ് എനിക്ക് കാണിച്ചു തന്ന ഡേറ്റാണ്. ആ ഡേറ്റിൽ ഞാൻ എഴുതിയിട്ട് തോക്കുകയാണെന്നുണ്ടെങ്കിൽ തോറ്റോട്ടെ എന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ ആ ഡേറ്റുമായിട്ട് തന്നെ മുന്നോട്ട് പോവുക ചെയ്തത്. എൻ്റെ കൂടെ ഡിസംബർ 7-ാം തീയതി എടുക്കാനിരുന്ന കുട്ടികൾ പലരും ആ ഡേറ്റ് മാറ്റി വേറെ ഡേറ്റിലോട്ട് മാറ്റിയായിരുന്നു. ഞാനതുപോലെ ഡിസംബർ 7-ആയിട്ട് മുമ്പോട്ട് പോയി. അങ്ങനെ ഡിസംബർ 7-ാം തീയതി ഞാൻ എൻ്റെ OET എക്സാം അപ്പിയർ ചെയ്തു. ഞാൻ എക്സാം അപ്പിയർ ചെയ്യാൻ പോയപ്പോഴാണെന്നുണ്ടെങ്കിലും ഉടമ്പടി തൈലവും അതുപോലെ വെഞ്ചരിച്ച ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു പോയത്. റീഡിങ്, ലിസണിങ്, റൈറ്റിംഗ് എല്ലാം ഞാൻ ബുക്ക്ലെറ്റ് തിരിച്ചു കൊടുത്തപ്പോഴത്തേക്കും അതിൽ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടായിരുന്നു ഞാൻ തിരിച്ചു കൊടുത്തത്. കറക്റ്റ് ഒരു എൻ്റെ ആദ്യത്തെ ഉടമ്പടി തീരുന്ന കറക്റ്റ് 90-ാമത്തെ ദിവസം, അതായത് ഡിസംബർ 13-നാണ് എൻ്റെ OETയുടെ റിസൾട്ട് വന്നത്. ആ റിസൾട്ട് കണ്ട് ഞാൻ ശരിക്കും ഷോക്കായി പോയായിരുന്നു. ഞാൻ മാതാവിനോട് എനിക്കൊരു 350 എല്ലാ മൊഡ്യൂളിലും തന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഇനി ഒരു വട്ടം കൂടി എഴുതാനായിട്ട്, ഒന്നാമത് എൻ്റെ കയ്യിൽ ഇനി ഒന്നും കൂടെ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള പൈസയില്ല, അപ്പം ഇതിൽ തന്നെ അങ്ങ് കയറ്റി വിടണമെന്ന് ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 350 ചോദിച്ച സ്ഥലത്ത് മാതാവ് എനിക്ക് തന്നത് സ്പീക്കിംഗ്, റൈറ്റിംഗ് 400-ഉം അതുപോലെ ലിസണിങ് 380, റീഡിങ് 370 സ്കോർ തന്നാണ് മാതാവ് എന്നെ അനുഗ്രഹിച്ചത്. അതുപോലെ ഞാൻ വിചാരിച്ച പോലെ തന്നെ അന്ന് ആ അക്കാഡമിയിൽ എൻ്റെ ക്ലാസ്സിൽ നിന്ന് എഴുതിയാലാകെ ഞാൻ മാത്രമേ അതിൽ ഫുൾ B സ്കോർ വാങ്ങി പാസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് വളരെ വലിയൊരു അനുഗ്രഹമായിട്ടായിരുന്നു തോന്നിയത്.
അതിന് ഞാൻ അത്ര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് മാതാവിനെ നേരിട്ട് കണ്ട് നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷം ഡിസംബർ 26 ഞാനിവിടെ ഒന്നും കൂടെ വന്നിട്ടുണ്ടായിരുന്നു സാക്ഷ്യം പറയാനായിട്ട്. പക്ഷേ അന്ന് എന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പ്രോസസ്സിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എൻ്റെ കയ്യിൽ വിസയോ ടിക്കറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അന്ന് ഞാൻ വളരെ നിരാശയോടുകൂടി ഇവിടുന്ന് പോകേണ്ടി വന്നായിരുന്നു. ഇവിടെ ഞാൻ താഴത്ത് മാതാവിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഒരുപാട് ഞാൻ കരഞ്ഞായിരുന്നു. അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചു വന്നതായിരുന്നു എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന്. അതെന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ. നീ എന്നെ അടുത്ത വർഷം ഈ സമയത്ത് തന്നെ ഇവിടെ നിർത്തി ഒന്ന് സാക്ഷ്യം പറയിക്കണേന്ന് ഞാൻ അന്ന് അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. മാതാവ് അത് സീരിയസ് ആയിട്ട് കണ്ടു. അതുകൊണ്ട് കഴിഞ്ഞ വർഷം ഏത് ദിവസമാണോ ഞാനിവിടുന്ന് കരഞ്ഞുകൊണ്ട് പോയത് ആ സെയിം ഡേറ്റിൽ തന്നെ ഡിസംബർ 26 എനിക്കിവിടെ വന്ന് വീണ്ടും സാക്ഷ്യം പറയാനായിട്ട് പറ്റി. അതുപോലെ ജാനുവരിയിൽ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ജാനുവരിയിൽ ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഏത് കൺട്രി ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ അയർലൻഡാണ് ഞാൻ ചൂസ് ചെയ്തത്. ഞാൻ അയർലൻഡ് പ്രോസസ്സിംഗ് ആയിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ്, അയർലൻഡ് പ്രോസസ്സിംഗ് ആണെങ്കിൽ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കാനുണ്ട്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളതാണെങ്കിലും നഴ്സിംഗ് കൗൺസിലിൻ്റെയും എല്ലാ പേപ്പേഴ്സും ഞാൻ റെഡിയാക്കി. ലാസ്റ്റ് എനിക്ക് ഒരേ ഒരു പേപ്പറും കൂടെ ആയിരുന്നു എനിക്ക് റെഡിയാക്കാനുണ്ടായിരുന്നത്. അത് ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നുള്ളൊരു റെഫറൻസ് ലെറ്റർ ആയിരുന്നു. അപ്പം ഞാൻ അവിടെ 1.5 ഇയർ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവർക്കൊരു 2 ഇയർ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. ആ പീരീഡ് കംപ്ലീറ്റ് ആക്കാണ്ട് അവർ റെഫറൻസ് തരത്തില്ല എന്നവർ പറഞ്ഞു. ഞാൻ പല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ നോക്കി ആ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട്. പക്ഷെ അവരൊട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ വെച്ച് എൻ്റെ ടോട്ടൽ ഞാനങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി. ഇനി മുന്നോട്ട് ഞാനിനി എന്നാ ചെയ്യും? ഏത് യൂറോപ്യൻ കൺട്രിയിൽ ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഇപ്പോൾ UK ആണെന്നുണ്ടെങ്കിലും ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിലും ഏത് കൺട്രിയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിലും ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ മുമ്പോട്ടുള്ള പ്ലാനിങ് എല്ലാം അങ്ങ് ക്വസ്റ്റ്യൻ മാർക്കായിപ്പോയി. ഇനി ഞാൻ മുമ്പോട്ട് എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടായിപ്പോയി. അങ്ങനെ ഞാൻ പല ഏജൻസികളിൽ അപ്രോച്ച് ചെയ്തു. കാണുന്ന എല്ലായിടത്തെ ഞാൻ റിയാക്ഷൻ ഇടുമായിരുന്നു. പല സ്ഥലങ്ങളിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റിനോ ഒക്കെ ഞാൻ അന്വേഷിക്കുമായിരുന്നു. പക്ഷേ എല്ലായിടത്തും ചോദിക്കുമ്പോഴത്തേക്കും മിനിമം ഒരു 5 lakhs 6 lakhs എബവ് ആണ് എല്ലായിടത്തും സർവീസ് ചാർജും ടോട്ടൽ ഓൾ ഓവർ പ്രോസസ്സിങ്ങിനൊക്കെ റേറ്റ് വരുന്നത്. അതും ഒരു പ്രശ്നം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ മുന്നോട്ട് എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. മാതാവ് തന്നെ എനിക്കൊരു സ്ഥലം കാണിച്ചത്. പക്ഷെ മാതാവ് തന്നെ ഈ റിസൾട്ട് വെച്ച് തന്നെ എനിക്ക് എവിടെയെങ്കിലും പോയേ പറ്റുള്ളൂ. ആ റിസൾട്ട് എനിക്കിവിടെ വന്ന് പറയണം. അതിന് ആപ്റ്റായിട്ടുള്ള ഒരു കൺട്രി എനിക്ക് കാണിച്ചു തരണേന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ ഞാൻ പല ഏജൻസികളിൽ അയക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു റിക്രൂട്ട്മെൻറ്റ് ഞാൻ പഠിച്ച അക്കാഡമിയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാനിങ്ങനെ കാണാനായിട്ടിടയായി. കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഏജൻസി വഴി ബെൽജിയത്തിലോട്ട് നേഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കാണുകയും അതിന് ഞാൻ എൻ്റെ CV OET സ്കോർ എല്ലാം ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തായിരുന്നു. അവർ ചോദിച്ചിട്ടുള്ള റിക്വയർമെൻറ്റ്സ് 1 ഇയർ എക്സ്പീരിയൻസും OET മിനിമം സ്കോറും ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ സ്കോർ ഡീറ്റെയിൽസും അതുപോലെ CV എല്ലാം അവർക്ക് അയച്ചു കൊടുത്തു. മാതാവിൻ്റെ വലിയൊരു ഇടപെടൽ കൊണ്ട് ഫസ്റ്റ് റൗണ്ട് ഓഫ് സെലക്ഷൻ CV സെലക്ഷൻ ആയിരുന്നു. അതിൽ നിന്ന് സെലക്ഷനായി എന്ന് പറഞ്ഞവർ എനിക്ക് റിപ്ലൈ മെയിൽ തന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു സൈക്കോളജിക്കൽ അസസ്മെൻ്റ് ഉണ്ടായിരുന്നു. അതും ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൽ ഞാൻ എങ്ങനെയാണ് അപ്പിയർ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എല്ലാം ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞാൻ ആൻസേഴ്സ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതിലും സെലക്ഷനായി എന്ന് പറഞ്ഞു വന്നു. ടോട്ടൽ 4 റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂവും അതുപോലെ ടോട്ടൽ പ്രൊസീജിയർ 4 റൗണ്ട് ഉണ്ടായിരുന്നു സെലക്ഷന് വേണ്ടിയിട്ട്. ഈ സൈക്കോളജിക്കൽ അസസ്മെൻറ്റിന് ശേഷം ഒരു ട്രിവാൻഡ്രത്ത് വെച്ചൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഡയറക്റ്റ് എംപ്ലോയേഴ്സുമായിട്ടുള്ള. അപ്പം ഞാൻ എംപ്ലോയേഴ്സുമായിട്ടുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ ട്രിവാൻഡ്രത്തോട്ട് പോയി അവിടെ വെച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഉടമ്പടി തൈലം നാവിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആ ഇൻ്റർവ്യൂ നടത്തിയ ഹാളിന് ഫ്രണ്ടിലായിട്ട് ഞാൻ വെഞ്ചരിച്ച് ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടതിന് ശേഷമാണ് ഞാൻ ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്യാൻ കയറിയത്. അവരെന്നോട് ബെൽജിയം എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചതിനുള്ള ഒരു ആൻസർ ഞാൻ പറഞ്ഞത് എനിക്കൊരു ക്രിസ്ത്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു എന്ന് തന്നെയായിരുന്നു.
അതിന് അവരുടെ സൈഡിൽ നിന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോണ്ടാണ് കിട്ടിയത്. അതിനുശേഷം ഞാൻ ഈ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ആ ഇൻ്റർവ്യൂ ക്ലിയർ ആയെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. അടുത്ത നെക്സ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ എറണാകുളത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനും ഞാൻ അപ്പിയർ ചെയ്തു. ഇതുപോലെ തന്നെ ഞാൻ പോയവിടത്തെല്ലാം ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ലാസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂവിലും ക്ലിയറായി. അവർ അതിനുശേഷമുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് 6 months ഡച്ച് ലാംഗ്വേജ് കോഴ്സ് ക്ലിയർ ചെയ്യണമെന്നായിരുന്നു. അവർ തന്നെ നമുക്ക് ജൂലൈ തൊട്ട് 6 months അവർ നമുക്ക് എറണാകുളത്ത് വെച്ച് കോച്ചിങ് തരുവാണ്. അപ്പം അതിന് ഓഫ്ലൈനായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിന് ഞാൻ ഓൾറെഡി അപ്പം എൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ എനിക്കൊരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്. ഞാൻ എല്ലാ മാസവും 5,000 rupees വെച്ച് ഞാൻ അടയ്ക്കുന്നതാണ്. അപ്പം എനിക്കൊരു ഇൻകം അത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ 5,000 രൂപ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിനി ആരോട് ചോദിക്കും മാതാവേ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ മാതാവ് അതിന് ഒരു കറക്റ്റായിട്ടുള്ളൊരു ആൻസർ തന്നെ വന്ന് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ 6 മാസം ഡച്ച് ലാംഗ്വേജ് കോഴ്സ് ചെയ്യുമ്പോഴത്തേക്കും അവർ പെർ മന്ത് 15,000 രൂപ വെച്ച് ഞങ്ങൾക്ക് സ്റ്റൈഫൻ്റായിട്ട് ഇങ്ങോട്ട് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനും മാതാവ് എനിക്കൊരു സൊല്യൂഷൻ കാണിച്ചു തന്നു. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഞാൻ എൻ്റെ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ഞാൻ എറണാകുളത്ത് ലൂർദ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ഞങ്ങൾക്ക് അവരുടെ ഹോസ്റ്റലിൽ നിർത്തിയിട്ടാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നുകൊണ്ടിരുന്നത്. അതും മാതാവിൻ്റെ പ്രസൻസ് ഉള്ള ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ കോഴ്സ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴാണെന്നുണ്ടെങ്കിലും ഞാൻ ഓൾറെഡി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും നാളെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സോ ആരും എനിക്കറിയാവുന്ന ആരും തന്നെ ഇല്ല. അപ്പം ഇനി പുതിയ കിട്ടുന്ന കാണുന്ന ആളുകളൊക്കെ എങ്ങനെയായിരിക്കും, ഒരു നല്ല ആളുകളെ കിട്ടണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിലും എസ്പെഷ്യലി എൻ്റെ റൂമിൽ ഞങ്ങൾ 3 പേരായിരുന്നു. ഞങ്ങൾ 3 പേര് ഉടമ്പടി എടുത്തിട്ടുള്ള ആളുകളായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും കൊന്ത ചെല്ലുന്നതും എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യുമായിരുന്നു. ഇപ്പം എൻ്റെ ബാച്ചിലാണെന്നുണ്ടെങ്കിൽ 20 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ആ ബാച്ചിലുള്ള എല്ലാവരും തന്നെ മാതാവിനെ അറിയാവുന്നവരും ഒരുപാട് പേര് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു. അതുപോലെ കോഴ്സ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. ഇടയ്ക്ക് ഒക്ടോബറിൽ വെച്ച് ഞങ്ങൾക്ക് ചെറിയൊരു ഇവാലുവേഷൻ ഉണ്ടായിരുന്നു. ആ ഇവാലുവേഷനിലും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ടോട്ടൽ 73 പേരായിരുന്നു ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ ക്ലിയർ ആവാനായിട്ട് സാധിച്ചു. എല്ലാവരും ആ ഇവാലുവേഷനിൽ ക്ലിയറായി. അതിനുശേഷം ഞാനിവിടെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് 2024 ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, 2025 ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ കൂടെ ഒരു മിനിമം ഒരു 5 പേരെയും കൊണ്ടാണ് ഞാനിവിടെ വന്ന് പങ്കെടുത്തിട്ടുള്ളത്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുമ്പോട്ടും നല്ല രീതിയിൽ തന്നെ പോയി. ഈ ഡിസംബർ കഴിഞ്ഞ ഫ്രൈഡേ ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും തന്നെ വീട്ടിലോട്ട് തിരിച്ചു പോയി. അതുപോലെ കോഴ്സ് എല്ലാവരും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. ഞങ്ങളുടെ VFSൻ്റെ അപ്പോയിൻമെൻ്റ് ആണെന്നുണ്ടെങ്കിലും അത് ഞാനിവിടെ തന്നെ ഇതിനു മുന്നേ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. ജർമ്മനിക്ക് പോകാനൊക്കെ ആണെങ്കിലും VFSൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നില്ല, ഒരുപാട് ലാഗ് ആവുന്നു, പിന്നെ ദൂരെയുള്ള ഓഫീസുകളിലൊക്കെയാണ് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഈ റിക്രൂട്ടിംഗ് ഏജൻസി തന്നെ ഞങ്ങൾ ഒരു കാര്യം പോലും അറിയേണ്ടി വന്നിട്ടില്ല. എല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ അവരെല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നു. 30 ദിവസം കൊണ്ട് മിനിമം 30 ദിവസം കൊണ്ട് കിട്ടേണ്ട ഷെങ്കൻ വിസ ഞങ്ങൾക്ക് 73 പേർക്ക് ഒരാഴ്ചയ്ക്കുള്ളിലാണ് അവർ എല്ലാം റെഡിയാക്കി തന്നത്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഞങ്ങൾക്ക് പോകാനുള്ള വിസയും അതുപോലെ ടിക്കറ്റുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അതുപോലെ മാതാവിൻ്റെ കൃപ കാരണം അടുത്ത ജനുവരി 13 ഞങ്ങൾ 73 പേരാണ് ബെൽജിയത്തിലോട്ട് പോകുന്നത്, 2 ഫ്ലൈറ്റായിട്ട്. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കാരണം എനിക്കറിയാം ഇത് എത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. മാതാവി ചെയ്തു തന്നിരിക്കുന്ന ഈ ഒരു അനുഗ്രഹം എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം OET എഴുതി ക്ലിയർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും റിക്വയർഡ് സ്കോർ ഉണ്ടായിട്ട് പോലും ഒരിടത്തും പോകാൻ പറ്റാണ്ട് OET എക്സ്പയർ ആയി പോയി വിഷമിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്ക് തന്നെ പേഴ്സണലി അറിയാം. മാതാവ് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാതെ
എനിക്ക് ഇങ്ങനെ ഒരു അവസരം, അതുപോലെ എൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കൺസേൺ ആയിരുന്നു ഒരുപാട് പൈസ കൊടുത്ത് ഒരിടത്തോട്ട് പോകേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിൽ. അതിനൊരു ഇടയാക്കാതെ, ഒരു പൈസ പോലും മുടക്കാതെ ഒരു നല്ലൊരു റിക്രൂട്ട്മെൻറ്റ് വഴി ഒരു യൂറോപ്യൻ കൺട്രി തന്നെ മാതാവ് എനിക്ക് കാണിച്ചു തന്നു. അത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇത് മാതാവ് നടത്തിയ റിക്രൂട്ട്മെൻറ്റ് തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്തുകൊണ്ടായിരിക്കും മാതാവ് ബെൽജിയം ചൂസ് ചെയ്തത്, എന്താണ് ഒരു റീസൺ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അതിനുള്ള ഉത്തരം എനിക്ക് ഇവിടുന്ന് തന്നെയാണ് കിട്ടിയത്. ഞാനവിടെ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ വാങ്ങാനായിട്ട് നിന്നപ്പം അവിടെ മുകളിലുള്ള ബോർഡും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയായിരുന്നു. ഇവിടെ മാതാവ് പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അവിടെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് കണ്ടു, ബെൽജിയത്തിൽ 2 തവണ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ബെൽജിയത്തിൻ്റെ തൊട്ടടുത്തുള്ള അടുത്ത കൺട്രിയാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്, അവിടെ 6 വട്ടം മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കൊരു ആൻസർ കിട്ടി, മാതാവിൻ്റെ ഏറ്റവും കൂടുതൽ പ്രസൻസ് ഉള്ള ഒരു സ്ഥലത്തോട്ട് തന്നെയാണ് പോകുന്നതെന്ന് അപ്പോൾ എനിക്ക് ഉറപ്പായി. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അതുപോലെ ഈ കഴിഞ്ഞ ഡിസംബറിലും ഈ ഡിസംബറിലും മാതാവ് എനിക്ക് വലിയ 2 ഗിഫ്റ്റുകളാണ് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് തന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഞാൻ മാതാവിനുള്ള എൻ്റെ റിട്ടേൺ ഗിഫ്റ്റായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. അതുപോലെ ഞാനാണ് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെന്ന് പറയാൻ, ഞാൻ പണ്ടാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരുമായിരുന്നു. ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുമായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം അതൊരുപാട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം നമ്മളോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുന്നവരുടെ നേരത്തെ ആയിരുന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ പിന്നെ കാണുന്ന പോലെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അത് ഭയങ്കര വെറുപ്പുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളോട് എന്തെങ്കിലും മോശമായിട്ട് ചെയ്യുന്നവരോട് പോലും പെട്ടെന്ന് ക്ഷമിക്കാനും അത് മറക്കാനുമായിട്ടുള്ള പ്രത്യേക ഒരു കഴിവ് എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചു. പിന്നെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഓരോ കാര്യം ചെയ്യാൻ പോകുമ്പോഴും നീ അത് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ബെറ്റർ. ഒരു മോശമായിട്ടുള്ളൊരു കാര്യത്തിലോട്ട് പോകുമ്പോഴത്തേക്കും ഉള്ളിൽ നിന്ന് ഒരാളിങ്ങനെ പറഞ്ഞു തരുന്ന പോലെ തോന്നും, അത് വേണ്ട, ഇത് ചെയ്യണ്ട, നീ മറ്റേത് ചെയ്താൽ മതി. അങ്ങനെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു ഗൈഡൻസ് എനിക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ബൈബിള് നന്നായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ പുതിയ നിയമം ഫുള്ള് വായിച്ചു. ഇനി പഴയ നിയമം ഇപ്പം കണ്ടിന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്. കുമ്പസാരമാണെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, പത്രം വാങ്ങി ഞാൻ OET പഠിച്ചുകൊണ്ടിരുന്നത് ആലുവയിലായിരുന്നു. അപ്പം ആലുവ അടുത്ത് തന്നെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അപ്പം ഞാൻ അവിടെ പോയി പത്രം അവിടെ കൊടുക്കുമായിരുന്നു. അതുപോലെ അവിടെ ഡയാലിസിസിലുള്ള പേഷ്യൻസിനോടൊക്കെ പോയി സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എന്നെക്കൊണ്ട് എൻ്റെ കയ്യിലുള്ള സേവിങ്സ് വെച്ച് ഞാനൊരു 6-7 പൊതിച്ചോറൊക്കെ വാങ്ങിയിട്ട് അവിടെ ഹോസ്പിറ്റലിലുള്ള പുറത്തിരിക്കുന്നവർക്കൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുമായിരുന്നു ഉടമ്പടിയിൽ ഏറ്റവും കൂടുതൽ അത് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എല്ലാ മാസവും ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോലും എൻ്റെ കയ്യിലുള്ള ഒരു ചെറിയൊരു സേവിങ്സ് വെച്ച് ഞാൻ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനും അവരുടെ ഫുഡിനും അതായത് സ്കൂൾ മെറ്റീരിയൽസിനും ഒക്കെ വേണ്ടിയിട്ട് പറ്റാവുന്ന മാസങ്ങളിലെല്ലാം ഞാൻ ഫണ്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ ഞാൻ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഫിസിക്കലിയും മെൻ്റലിയും വീക്കായിട്ടുള്ള പേഷ്യൻസ് വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. അപ്പം ഞാൻ എപ്പോഴാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയത് അപ്പം തൊട്ട് ഞാൻ എപ്പോൾ കൊന്ത ചൊല്ലിയാലും എൻ്റെ രഹസ്യം ഞാൻ എല്ലാ ക്യാൻസർ രോഗികൾക്കും വേണ്ടിയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രാർത്ഥിക്കാനും അതുപോലെ അവരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ എന്നെക്കൊണ്ട് പറ്റുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ നേസൽ സെപ്റ്റത്തിന് ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടായിരുന്നു. അപ്പം CT സ്കാൻ എടുത്തപ്പം അതിൽ സൈനസിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ചെറിയൊരു പ്രൊസീജിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. അത് ചെയ്യണ്ടെന്നുള്ള ഒരു മൈൻഡായിരുന്നു എനിക്ക്. അത് 1 ഇയർ മുന്നേ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് മുങ്ങി നടക്കുമായിരുന്നു ഞാൻ അത് ചെയ്യാണ്ട്.
അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മാസത്തിൽ ഒരു 4 വട്ടമെങ്കിലും ഇങ്ങനെ റിപ്പീറ്റായിട്ട് പനി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം യൂസ് ചെയ്യുമായിരുന്നു. തേനും ഉപ്പും മിക്സ് ചെയ്ത് കഴിക്കും, അങ്ങനെ പിന്നെ തൈലം പുരട്ടുമായിരുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അപ്പോൾ അതങ്ങനെ ചെയ്ത് ഗ്രാജുവലി ആ പനി വരുന്നതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അതുപോലെ പക്ഷേ എൻ്റെ വീട്ടിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഞാനിനി അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തണുപ്പുള്ള രാജ്യമാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അപ്പം ഇപ്പോൾ പ്രൊസീജിയർ ചെയ്തിട്ട് പോകുമെന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഭയങ്കര ഫോഴ്സായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് അവരിട്ട് മനസ്സിലാക്കൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഏതെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ ഇതൊന്ന് പറയിപ്പിക്കണേ, ഈ പ്രൊസീജിയർ വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല എന്നൊന്ന് പറയിപ്പിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ലൂർദ് ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ആ ഡോക്ടർ എൻ്റെ CT സ്കാൻ്റെ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു, ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ചെയ്യാതെ തന്നെ ജസ്റ്റ് നേസൽ സ്പ്രേ അടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, സർജറി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പം അവർക്കത് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇതുവരെ പ്രൊസീജിയറൊന്നും ചെയ്തിട്ടില്ല. നേസൽ സ്പ്രേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നൊന്നുമില്ല. ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യം ഒരു ഉടമ്പടി എടുത്തിട്ട് നിർത്താമെന്നുള്ള രീതിയിൽ വന്ന ഞാനിപ്പോൾ 5ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ ഉടമ്പടി കൺവേർട്ട് ചെയ്ത് NRI ആക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 7-ാം തിരുവചനം. ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. ഉടമ്പടി ചെയ്യുമ്പോഴുള്ള നമ്മുടെ ആനന്ദത്തിൻ്റെ ഒരു മെഷർമെൻ്റാണ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. സ്റ്റെഫി ഇവിടെ വളരെ മനോഹരമായൊരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ നമ്മോട് ഏറ്റുപറഞ്ഞത്. ഉടമ്പടി പ്രാർത്ഥനയിലെ ഒരു വലിയ പ്രത്യേകതയാണ് പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു സഹായം, ഒരു മധ്യസ്ഥം നമുക്ക് നൽകുന്നത്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ നമുക്ക് കൃത്യമായി എവിടെ എത്തിച്ചേരണം, എന്ന് എത്തിച്ചേരണം, എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഒരു ദിവസം, ഒരു ഡേറ്റ് പരിശുദ്ധ അമ്മ ഒരുപാട് മക്കൾക്കാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് നൽകുന്നത്. സ്റ്റെഫി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്റ്റെഫിയുടെ മുന്നോട്ടുള്ള ഒരു പ്രൊസീജിയറിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ സ്റ്റെഫിക്ക് ലഭിച്ച ഡേറ്റാണ് ഡിസംബർ 7. മറ്റുള്ളവരെല്ലാവരും തന്നെ സ്റ്റെഫിയെ ഡിസ്കറേജ് ചെയ്തു. ആ ഡേറ്റ് നീ എടുത്ത് ആ പ്രൊസീജിയർ തുടങ്ങുകയാണെങ്കിൽ നിനക്കൊരു പക്ഷേ നിൻ്റെ വിസ പ്രോസസ്സിങ് നടക്കില്ല, അതൊരു പക്ഷേ ലാഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മ കൊടുത്ത ആ ഡേറ്റ് ആയതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ ദിവസമാണ് ഡിസംബർ 7 എന്നുള്ളത്. എത്ര പേര് സ്റ്റെഫിയെ ഡിസ്കറേജ് ചെയ്തിട്ടും അതിലുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വലിയ നല്ല സാക്ഷ്യമാണ് സ്റ്റെഫി ഇപ്പോൾ പറഞ്ഞത് നമ്മോട്. സ്റ്റെഫി ആഗ്രഹിച്ചതെല്ലാം ഈശോ പരിശുദ്ധ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ചപ്പോൾ സ്റ്റെഫിക്ക് എല്ലാം ലഭിച്ചിട്ടുണ്ട്. സ്റ്റെഫി പറയുകയുണ്ടായി, ഇതെൻ്റെ ഒരു റിട്ടേൺ ഗിഫ്റ്റാണ് പരിശുദ്ധ അമ്മയ്ക്ക്. നാം കാണാറുണ്ട് വിവാഹങ്ങൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ബർത്ത്ഡേ സമ്മാനങ്ങളൊക്കെ സെലിബ്രേഷൻ കഴിയുമ്പോൾ ആ വ്യക്തി തന്നെ ഒരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാറുള്ളത് പോലെ ഇന്ന് ആദ്യം തന്നെ സാക്ഷ്യം പറയുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരു റിട്ടേൺ ഗിഫ്റ്റ് കൊടുത്തിട്ടാണ് ഇനിയുള്ള NRI ഉടമ്പടി ജീവിതം സ്റ്റെഫി തുടങ്ങാൻ പോകുന്നത്. എത്ര തന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായാലും പരിശുദ്ധ അമ്മ അതിനെ വളരെയധികം കയ്യിലെടുത്തുകൊണ്ട് മാനേജ് ചെയ്യാനുള്ള ഗവൺമെൻറ് നിയമങ്ങളെല്ലാം കമ്പ്യൂട്ടറിലൂടെയും ഇൻ്റർനെറ്റിലൂടെ മകളെ അറിയിച്ചതായി മകൾ ഏറ്റുപറയുകയായിരുന്നു. നമുക്കറിയാം, നമ്മുടെ അയോഗ്യതകളിലൂടെ നാം കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് കൃപ നമുക്ക് പ്രാപിച്ചു തരുന്നതായിട്ടാണ് ഈ സാക്ഷ്യത്തിലൂടെ നാം കണ്ണോടിച്ചു നോക്കുന്നത്. സ്റ്റെഫിക്ക് എത്ര തന്നെ സാങ്കേതിക തടസ്സങ്ങളുണ്ടായാലും വളരെ ഉറച്ച ഒരു ബോധ്യം, ഉടമ്പടി എടുത്തവർക്ക് പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടാകും. എല്ലാ സ്വപ്ന ദർശനങ്ങളിലും പ്രാർത്ഥനകളിലും തൻ്റെ നിരന്തരമായ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും കാരുണ്യ പ്രവൃത്തികളിലുമെല്ലാം താൻ എത്ര തന്നെ ചെറുതെന്ന് വിചാരിക്കുന്നതെല്ലാം തന്നെ ഈശോ അത് വലിയ ഒരു അക്കൗണ്ടായി കണ്ടിട്ടാണ് ഈ മകളെ ഇന്ന് വളരെയധികം ഉയർത്തിയിരിക്കുന്നത്. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകാൻ, ബെൽജിയത്തിലേക്ക് പോകാൻ ഡച്ച് ലാംഗ്വേജ് കൂടി പഠിച്ചൊരുങ്ങാനുള്ള ഒരു വലിയ കൃപ ഈ മകൾക്ക് ലഭിക്കുന്നത്. മകൾ പറയുകയുണ്ടായി, കണ്ടുമുട്ടിയവരെല്ലാം തന്നെ വലിയ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് 73 പേര് ഉടമ്പടി എടുത്ത് ഇന്നവർ 2 ഫ്ലൈറ്റിലായിട്ട് ജനുവരി 13-ാം തീയതി ഇവിടുന്ന് പോവുകയാണ്, വിദേശത്തേക്ക് പോവുകയാണ്.
പരിശുദ്ധ അമ്മ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ മകൾ വളരെയധികം NRI ചെയ്തിട്ടാണ് പേപ്പർ ഉടമ്പടി പത്രം കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ മകൾ വിദേശത്തേക്ക് പോകുന്നത്. അതിനർത്ഥം എൻ്റെ ഉടമ്പടി ഞാൻ എന്നും ശാശ്വതമായി ഈശോയോടും പരിശുദ്ധ അമ്മയോടും കൂടി ആയിരിക്കും എന്നുള്ള വലിയ ഒരു ഉറപ്പാണ് ഈ മകൾക്ക്. എന്തു തന്നെ സംഭവിച്ചാലും ഉടമ്പടിയിലൂടെ നീങ്ങുന്നവർക്ക് തൻ്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ, തൻ്റെ ജീവിത രീതിയിലുള്ള ചിട്ടകൾ, ക്രമങ്ങൾ, ആപത്തിലുള്ള രക്ഷ എല്ലാം ഈശോ തന്നെ നമ്മെ സ്വയമായി ഏറ്റെടുക്കുകയാണ്. വിശുദ്ധ കുർബാനയിലൂടെയും വിശുദ്ധ കുമ്പസാരത്തിലൂടെയും വചനവായനയിലൂടെയും ഈ മകൾക്ക് ലഭിച്ചിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നമുക്കും എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സ്റ്റെഫിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.